മച്ചാന്മാരെ അങ്ങാടിപ്പുറം പാലടച്ചിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പാലടച്ചുകൊണ്ടാണോ എന്താന്നുള്ളത് അറിയില്ല. പെരിന്തൽമണ്ണ അങ്ങാടി ഇന്ന് ഫുള്ള് ഫ്രീ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോളിയും. മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പെരിന്തൽമണ്ണ വലമ്പൂർ ഓരോടമ്പാലം വഴി പോകേണ്ടതാണ്. അടച്ച സ്ഥിതിക്ക് അതൊന്ന് പോയി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് ആലോചിച്ചിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ടൊന്ന് പോയി നോക്കി. ബസ് ഇതുവരെ വന്നിട്ട് തിരിഞ്ഞു പോകുകയാണ് കേട്ടോ. ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. കാണാൻ എന്താന്നാവോ. ഇതിൻ്റെ സൈഡിൽ കൂടി പോയാൽ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തുമോ? എപ്പോഴും മനസ്സിൽ വരുന്നൊരു ചിന്തയാണിത്. എത്തും, പക്ഷെ വണ്ടി പോവില്ല. അവിടെയൊക്കെ റെയിൽവേ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ്, ഇതാണ് ആ പാലം. വല്ലാത്തൊരു പാലം, മനസ്സിനെ കറക്കുന്ന ബ്ലോക്കും, പൊലാപ്പിലാകുന്ന വണ്ടിന്റെ കഥയത് ആകെ ഗതികാലം. ഈ തരികട പണി കൊണ്ടൊക്കെ ബ്ലോക്ക് തീരുമെന്നുള്ളത് സംശയമാണ് കേട്ടോ. അവിടെയൊക്കെ പൊളിച്ച് പണിയെടുക്കുകയാണ് റോഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാലുണ്ടാക്കിയിട്ടുള്ളതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് മറുപടി നൽകണം കേട്ടോ. റെയിൽവേ ഗേറ്റിന്റെ ബ്ലോക്ക് ഉണ്ടായിരുന്ന സമയങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ബ്ലോക്കായിരുന്നു എൻ്റെ ഓർമ്മയിൽ അങ്ങാടിപ്പുറം ബ്ലോക്ക്. അത് പിന്നീട് ഈ പാലം വന്നവിടുന്ന് അങ്ങോട്ട് വൈറലായി. ഇപ്പോൾ എപ്പോഴും ബ്ലോക്കാ. പെരിന്തൽമണ്ണയിൽ നിന്നും വരുന്ന സമയത്ത് 3 വരിയിലായിട്ടാണ് വണ്ടികൾ വരാറ് കേട്ടോ. പിന്നീട് ഈ പാലത്തുമ്പോൾ അത് വന്ന് കയറുമ്പോൾ ഒരു വരിയായി മാറും. പാലത്തുമ്മക്ക് കയറി കിട്ടുന്നത് വരെ നെഞ്ചിലൊരു ശ്വാസം മുട്ടലാണ്. വേറെ ഒന്നുമല്ല, കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെയാണ്. വണ്ടിമ്മ മറ്റുള്ളവർ വന്ന് തട്ടും എന്നുള്ള പേടി. ഇനി മലപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഭാഗത്ത് അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇറങ്ങുക, എന്നിട്ട് ഈ പാലം എങ്ങനെ നടന്ന് കയറുക, അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് താഴത്തോടെയും വരാട്ടോ. എന്നിട്ട് നമ്മളിവിടെ എത്തിപ്പെടുന്ന സമയത്താണ് നമ്മളെ കാത്തു നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലോട്ടുള്ള ബസ്. നമ്മുടെ വണ്ടി ഈ പാലത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പാലത്തിൻ്റെ സൈഡിലൂടെയുള്ള ആ ബാരിക്കേഡൊക്കെ എടുത്ത് ചാടിയിട്ട് മെല്ലെ ഇത് കൂടി പോകുന്നു. പോലീസ് ചേട്ടന്മാർ, ഓട്ടോ ചേട്ടന്മാർ, ബസ് ചേട്ടന്മാർ എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് കേട്ടോ.